ഹലോ ഫ്രണ്ട്സ്, മഴത്തോരു മുൻപേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ തന്നെ എൻ്റെ മോളല്ല എന്ന് പറയുമ്പോൾ എനിക്കതിൽ വളരെ സങ്കടമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയും, അച്ഛാ എന്നെ അന്യമായിട്ട് കാണല്ല അച്ഛാ, അച്ഛനെ അല്ലേ ഞാൻ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചേ, അച്ഛനായിട്ട് കണ്ടതും ഞാൻ അച്ഛനെ തന്നെയാ, ആ വിളിച്ചതൊന്നും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോവില്ല കേട്ടോ ഒരിക്കലും എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, അതിലൊരു ചെറിയ ആശ്വാസമുണ്ട്, പക്ഷെ ഈ ലോകം മൊത്തമായിട്ട് കരുതണമായിരുന്നു നീ എൻ്റെ മകളാണെന്ന്. ഇനി ഞാൻ എന്തിനാ ആ രഹസ്യം സൂക്ഷിച്ചു വെക്കണം എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, എനിക്ക് വേണ്ടി കൃഷ്ണമോൾക്കും ബബിതയ്ക്കും രോഹിത്തിനും വേണ്ടി ആ രഹസ്യം അച്ഛൻ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബബിതയ്ക്കാണെങ്കിൽ അലീന ഇവിടുന്ന് പോകുന്നത് തടയാനുള്ള ഒരു ശ്രമം നടത്താണ് മനുവിനെ വിളിച്ചിട്ട്. മനു ചോദിക്കും, അലീന അവിടുന്ന് പോവാനുള്ള കാരണം നിനക്ക് അറിയത്തില്ല ബബി? അതെനിക്കറിയാം മനുവേട്ടാ, പക്ഷെ മനുവേട്ടനൊന്ന് സംസാരിച്ചൂടെ, അലീനച്ചിയോട് പോവണ്ടെന്ന് പറഞ്ഞൂടെ? എനിക്കാണെങ്കിൽ ഇവിടുന്ന് അലീനച്ചി പോവണ്ട എന്ന് പറയണ്ട ബബി. അന്നേരം നമ്മുടെ മനു പറയും, നിന്റെ വിചാരം എന്താ? ഞാൻ പറയേണ്ടതിലും അപ്പുറം അവളോട് പറഞ്ഞതാ, പിന്നെ അവളുടെ ആ തീരുമാനം ഞാൻ റെസ്പെക്റ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് നിനക്കറിയോ? അവളെടുത്ത തീരുമാനം ഒന്നും കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വന്നിട്ടില്ല, അപ്പോൾ പിന്നെ ആ തീരുമാനത്തെ നമ്മൾ ബഹുമാനിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ അങ്ങ് പറയാണേ. അതിനുശേഷം നമ്മുടെ ബാലേന്ദ്രന്റെ പെങ്ങളെ ഭർത്താവ് വരുന്നുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ, ഈ രാഷ്ട്രീയക്കാരൊക്കെ ബുള്ളറ്റ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബുള്ളറ്റ് പ്രൂഫ് ചെയ്തിട്ടുള്ള ഒരു ജാക്കറ്റ് ധരിക്കുമല്ലോ, അതുപോലെ ഒരു ജാക്കറ്റാണ് ഞാൻ അലീനയ്ക്ക് കൊടുത്തത്. പരദൂഷണത്തിന്റെയും കള്ളക്കഥകളും ഒന്നും ഏൽക്കാതിരിക്കുന്ന ഒരു ബുള്ളറ്റ് പ്രൂഫ്. അതേടോ, അവൾ എൻ്റെ മകളല്ല എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിത്തരിക്കാൻ കേട്ടോ ബാലേന്ദ്രന്റെ അളിയൻ. അപ്പോൾ ബാലേട്ടൻ്റെ മകളല്ലേ അലീന എന്നും ചോദിച്ചു നിൽക്കുവാണേ.